ദൈവമായ യഹോവയുടെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മശീഹ ഭരിച്ച 1000 വർഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പ് ഉണ്ടായ, അതായത് AD 70 ഉണ്ടായിരുന്ന ജാതികളുടെ ന്യായവിധി അല്ലെങ്കിൽ നേഷൻസിന്റെ ന്യായവിധിയെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നതാണ്. 7 മുദ്രകളുടെ ഒരു ടൈം ലൈനാണ്. 7 വർഷത്തെ മഹോദ്രവത്തിലെ സെക്കൻഡ് ഹാഫിലാണ് 70-ാം ആഴ്ചവട്ടത്തിന്റെ രണ്ടാം പകുതി അല്ലെങ്കിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നതിന് ശേഷമുള്ള സെക്കൻഡ് ഹാഫ് വരുന്നതെന്ന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം 7 വർഷത്തിന്റെ അവസാനത്തെ മുദ്രയിലാണ് 7 കാഹളങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അവസാനത്തെ കാഹളത്തെ 7 ക്രോധകലശമായിട്ടും തിരിക്കുന്നുണ്ട്. അതിന്റെ എൻഡിലാണ് ആർമഗഡോൺ യുദ്ധവും അല്ലെങ്കിൽ ജാതികളുടെ ന്യായവിധിയും നടക്കുന്നത്. എൻ്റെ ഒരു വിചാരത്തിലുള്ള ടൈം ലൈനാണ് ഈ പറയുന്നത്. 6-ാം മുദ്രയിൽ ദൈവം ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ തന്റെ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കുന്നു. അവർക്കൊക്കെയും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയൊരു ശരീരം കിട്ടുന്നു. കൂടാതെ 144,000 പേരെയും ദൈവം വേറെയായിട്ട് തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എൻഡിലാണ് അല്ലെങ്കിൽ 7-ാമത്തെ മുദ്രയുടെ 7-ാമത്തെ കാഹളത്തിന്റെ അവസാനത്തെ ക്രോധകലശത്തിന് ശേഷം, ആർമഗഡോണിന് ശേഷം ദൈവം ഭൂമിയിലേക്ക് ജാതികളുടെ ന്യായവിധിക്കായിട്ട് വരുന്നു. അപ്പം ഈ വരുന്നത് കാണുമ്പോഴാണ് ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കുന്നത്. അപ്പം അവിടെയും കർത്താവിന്റെ വരവിൽ അല്ലെങ്കിൽ അന്നേരം റിപ്പന്റ് ചെയ്യുന്ന ഒരു കൂട്ടം ഉണ്ടായിരിക്കും. അതുകൊണ്ടാവാം അവര് കർത്താവിനെ ചൊല്ലി വിലപിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ നിന്നുള്ളവരും നോൺ ഗ്ലോറിഫൈഡ് ശരീരം കിട്ടി, അതായത് 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കും. അതായത് ജാതികളുടെ ന്യായവിധി എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്നു എന്ന് നമുക്കറിയാം. അത് പലരും, അതായത് മത്തായി എഴുതിയ സുവിശേഷം, പത്രോസിന്റെ ലേഖനം, ഇതിലൊക്കെയും നമുക്ക് കാണാൻ പറ്റും. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. ഇത് ജാതികളുടെ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. മാത്യു 25 സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ തന്റെ ഇടത്തും നിർത്തും. ഇത് ന്യായവിധിയാണ്. മുമ്പേ പറഞ്ഞിരുന്നു, നോൺ ഗ്ലോറിഫൈഡ് ശരീരം കിട്ടുന്നവർക്ക് ഒന്ന് അവര് കർത്താവിന്റെ വരവിൽ അല്ലെങ്കിൽ രണ്ടാം വരവിൽ കണ്ട് വിലപിക്കുന്നവരുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ അത് കണ്ടെങ്കിലും വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടമായിരിക്കണം. രണ്ടാമത്തത് പ്രവൃത്തിയും. കാരണം പിന്നീട് 25-ാം അധ്യായം തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവരുടെ പ്രവൃത്തി കണക്കിടുന്നതായിട്ട്, അല്ലെങ്കിൽ ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കാൻ വേണ്ടി അവരുടെ പ്രവൃത്തി കണക്കിടുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ജാതികളുടെ ന്യായവിധിയിൽ. 40-45 വാക്യം വായിച്ചാൽ ജാതികളുടെ ന്യായവിധിയിൽ അവരുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് ന്യായവിധി എന്ന് മനസ്സിലാക്കാൻ പറ്റും. AD 70 നടന്നത് ജാതികളുടെ ന്യായവിധിയാണെങ്കിൽ ലിറ്റിൽ സീസണിന് ശേഷം നടക്കുന്നത് മരിച്ചുപോയ സകല മനുഷ്യരുടെയും ന്യായവിധിയായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. വെളിപാട് 20 വായിച്ചാൽ. അപ്പോൾ ഇത് രണ്ടും 2 ഇവന്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ദൈവം ജാതികളെ ന്യായം വിധിക്കുന്നത്? കാരണം അവർക്ക് നിയമം നൽകപ്പെട്ടിട്ടില്ലല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവരുടെ മനസാക്ഷി വെച്ചിട്ടാണ്. അതായത് ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പം അവർ ചെയ്ത പ്രവൃത്തിയും അവരുടെ മനസാക്ഷിയും വെച്ചിട്ടാണ് ജാതികളുടെ ന്യായവിധി ദൈവം നടത്തുന്നത്. അത് അടുത്ത വാക്യത്തിൽ ഞാൻ കാണിക്കാം. നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത്. കൂടാതെ അവരുടെ മനസാക്ഷി അതിന് സാക്ഷി നൽകുന്നു. അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യും. അപ്പം ദൈവം ജാതികളുടെ ന്യായവിധിയിൽ അവരുടെ മനസാക്ഷിയുടെ ഉത്തരത്തിൽ അല്ലെങ്കിൽ അതിന്റെ ബേസിസിലാണ് അവരെ ന്യായം വിധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വെളിപാട് 20 അതായത് മില്ലിനിയൽ കിങ്ഡം തുടങ്ങുന്ന സമയത്ത് കുറെ സിംഹാസനങ്ങൾ കണ്ടുവെന്നും കർത്താവിന് വേണ്ടി മരിച്ച അല്ലെങ്കിൽ മശിഹായ്ക്ക് വേണ്ടി മരിച്ചവരെല്ലാം കൂടെ അവർക്ക് ന്യായാസനങ്ങളോ അല്ലെങ്കിൽ ജാതികളെ വിധിക്കാനുള്ള അധികാരം കിട്ടുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ഗ്ലോറിഫൈഡ് ശരീരം കിട്ടിയവരാണ് 6-ാം മുദ്ര എടുക്കപ്പെട്ടവരും 144Kയും അങ്ങനെ സ്വർഗരാജ്യത്തിൽ പോയവരൊക്കെ. അപ്പം അല്ലാതെ ഈ ജാതികളുടെ ന്യായവിധിയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്നവരാണ് അതിനുശേഷമുള്ള 1000 ആണ്ട് വാഴ്ചയിൽ നോൺ ഗ്ലോറിഫൈഡ് ബോഡീസിലേക്ക് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരായിട്ട് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം.